എൽദോ അവർ പറയുന്നത് നമ്മൾ അവരോടൊപ്പം ആ കുട്ടിയെ കാണാനായി അവർ പോവുകയാണ്. അവർ ഈ സ്റ്റേഷനിൽ ഫറൂഖ് സ്റ്റേഷനിൽ നിന്നപ്പോൾ വിഷണ്ണനായി നിന്നപ്പോൾ അവർ നമ്മളെ കാണുകയും നമ്മളോട് കാര്യങ്ങൾ വിശദീകരിക്കുകയും പിന്നീട് നമുക്ക് ആ കുട്ടിയെ കാണിച്ചു കൊടുക്കാൻ അവർ പോകുമ്പോൾ അവർ നമ്മോടൊപ്പം കയറുകയുമായിരുന്നു. നമ്മളിപ്പോൾ അവർ പോവുകയാണ്. അവർ ആ കുട്ടിയെ കാണാൻ വളരെ ആകാംക്ഷ അല്ലെങ്കിൽ ആശങ്കയോടുകൂടി നിൽക്കുകയാണ്. കാരണം കുട്ടിയെ കാണാതായിട്ട് കേരളത്തിൽ തന്നെയുണ്ട്. ഇത് കേരളത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട കേസാണോ അതോ നേരെ എങ്ങനെയാണ് അവിടെ എത്തിയത്? ഞാൻ കരുതി കുട്ടി ഇപ്പോൾ ബംഗാളിലാണെന്ന്. അല്ലല്ല, കുട്ടി ഇപ്പോൾ വൈദ്യപരിശോധനകളൊക്കെ പൂർത്തിയാക്കി ഈ ജൂനൈൽ ഹോമിലുണ്ട് എന്നാണ് പോലീസ് വിവരം നൽകിയത്. ഇതനുസരിച്ച് കുട്ടിയെ കാണാനായി ഇവർ പോവുകയാണ്. ആ സമയത്താണ് അവർ ഏറെ ദൂരമുണ്ട്, ഫറൂഖ് സ്റ്റേഷനിൽ നിന്നും ബസ്സൊക്കെ കയറി വേണം ഇവർ അങ്ങോട്ട് പോകാൻ. അതുകൊണ്ടാണ് ഇവർ നമ്മോടൊപ്പം ചോദിക്കുകയും നമ്മോടൊപ്പം വാഹനത്തിൽ കയറുകയും അവരെ കൊണ്ടാക്കുകയും ചെയ്യുന്ന വളരെ നിസ്സഹായരായ രണ്ടാളുകൾ. ഈ നമ്മുടെ മുമ്പേ സംസാരിച്ച ആൾ തന്നെ 12-13 വർഷങ്ങളായി കേരളത്തിൽ താമസിച്ചു വരുന്ന ഒരു സ്ത്രീയാണ്. അവർ ഈ നിർമ്മാണ ജോലികളൊക്കെ ചെയ്ത് ജീവിതം കഴിക്കുന്നവരാണ്. ബംഗാളിലായിരുന്നു കഴിഞ്ഞ ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് വരെ ഈ കുട്ടി ഉണ്ടായിരുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഈ കുട്ടി ഇവിടേക്ക് എത്തുന്നത്. അതിനുശേഷം ഒരു രാമനാട്ടുകരയിലെ ഒരു ജിമ്മിൽ ട്രെയിനിങ്ങിന് വേണ്ടി ഈ കുട്ടി പോകുന്നുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് മറ്റൊരു യുവതിയെ പരിചയപ്പെടുകയും ആ യുവതി രാമനാട്ടുകരയിലെ ഒരു മാളിൽ ഈ കുട്ടിക്ക് ജോലി ശരിയാക്കി കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നേരത്തെ നമ്മളോട് ഇവർ സംസാരിച്ചു. കാരണം ഈ ഇറക്കം കുറഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഇട്ട് വേണം ഈ ജോലി ചെയ്യാൻ, ഈ തുണിക്കടയിലെ ജോലി ചെയ്യാൻ, തുണികൾ അടുക്കി വെക്കുന്നതൊക്കെ അടക്കമുള്ള ചില ജോലികൾ ചെയ്താൽ മതി, വലിയ കട്ടി ജോലികൾ ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുപോയതെന്ന് പറയുന്നു. അതേ മാളിലെ തന്നെ ജീവനക്കാരനായ ആളാണ് ഈ പ്രതി ആയി ഇവർ ആരോപിക്കപ്പെടുന്ന ആ യുവാവ് ഈ കുട്ടിയെ ദുരുപയോഗം ചെയ്യുകയും അയാളുടെ സുഹൃത്തുക്കളായ മറ്റ് 4 പേർ കൂടി ഈ കുട്ടിയെ കൈമാറുകയും ചെയ്തു. അങ്ങനെയാണ് വളരെ ക്രൂരമായ നിന്ദ്യമായ ഒരു ബലാത്സംഗത്തിന് ഈ കുട്ടി ഇരയാവുന്നത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ നാണക്കേട് നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അന്യനാട്ടിൽ നിന്നും ജോലി തേടി കേരളത്തിലേക്ക് എത്തിയ ഒരു സാധു കുടുംബത്തിന്, ഒരു ഈ നിത്യ തൊഴിൽ ചെയ്ത് ജീവിതോപായം നിലനിർത്തുന്ന ഒരു കുടുംബത്തിന് ഇത്തരത്തിലൊരു ദുർഗതി അവിടെ നിന്നും ഉണ്ടായിരിക്കുന്നു. ബംഗാൾ സർക്കാർ തന്നെ ഈ കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നു. മമതാ ബാനർജി പോലീസ് സംഘത്തെ എന്താണ് ഇവിടെ നടന്നതെന്ന് അന്വേഷിക്കാനായി കേരളത്തിലേക്ക് അയച്ചിരിക്കുന്നു. നമ്മൾ ആ ഉദ്യോഗസ്ഥരുമായൊക്കെ നേരത്തെ ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു കേസായി ഇത് മാറുകയാണ്. അങ്ങേയറ്റം ദാരുണമായ ഒരു സംഭവമായി മാറുകയാണ്. ആ കുട്ടി ചികിത്സ തേടിയിരുന്നു. ആ ചികിത്സ തേടിയപ്പോഴാണ് ഈ കൈക്കൊക്കെ വളരെ ഗുരുതരമായ പരിക്കുകളുണ്ട്, അല്ലെങ്കിൽ മറ്റ് ശരീരത്തിനൊക്കെ വലിയ ഒരു പീഡനത്തിന് ആ കുട്ടി ഇരയായി എന്ന് തെളിവാക്കുന്ന കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്തു. എന്തായാലും അങ്ങേയറ്റം ആശങ്കാകുലരായാണ് ആ അമ്മയും വല്യമ്മയും നമ്മോടൊപ്പം ഇപ്പോൾ ന്യൂസ് 18 സംഘത്തിനുള്ളത്. അവർ അല്പസമയത്തിനകം ആ കുട്ടിയെ കാണാൻ കഴിയുമെന്ന ഒരു ആശങ്കയിലാണ്. 19-ാം തീയതി കാണാതായ സമയം മുതൽ അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെയൊക്കെ പോലും കൃത്യമായി ഈ കുട്ടി എവിടെയാണ് എന്ന കാര്യത്തിൽ അല്ലെ കുട്ടിയെ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്ന ഒരു സ്ഥിതി ഉണ്ടായില്ല. അതിനുശേഷമാണ് ഇപ്പോൾ ഇവർ കുട്ടിയെ കാണാൻ പോകുന്നത്. എന്തായാലും ഈ കുട്ടി ഇപ്പോൾ ജൂനൈൽ ഹോമിൽ തന്നെ ആവും ഇനി കുറച്ച് ദിവസം ഉണ്ടാവുക എന്നാണ് നമുക്ക് പോലീസുകാരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതികൾക്ക് വേണ്ടി വലവിരിച്ച് ഊർജിതമായി തെരച്ചിൽ നടത്തുന്നു. അവരെ വൈകാതെ പിടികൂടുമെന്നൊക്കെ പോലീസ് പറയുമ്പോഴും അവരെ ഇതുവരെ പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് സംബന്ധിച്ച കൃത്യമായ ഒരു വിവരം ഈ രക്ഷകർത്താക്കൾക്ക് നൽകിയിട്ടുമില്ല. എന്തായാലും തൊഴിൽ തേടി നാട്ടിലെത്തിയ ഒരു അതിഥി തൊഴിലാളികൾക്കാണ് ഇത്രമേൽ ദുർഗതി ഉണ്ടായിരിക്കുന്നത്. ഇത്രമേൽ ക്രൂരമായ ഒരു പീഡനത്തിന് ഇരയായി കേണ്ടിരിക്കുന്നത് ആ സാധുക്കളായ സ്ത്രീകൾ നമ്മോടൊപ്പം ഇപ്പോൾ ഉണ്ട് താനും. എൽദോ, അനീഷ്, ഈ പ്രണയം നടിച്ച് അങ്ങനെയായിരുന്നു ഈ കുട്ടി പരാതിയായി പറയുന്നത്. എന്താണ് അവസ്ഥ? ഇവരെ ഐഡന്റിഫൈ ചെയ്യാൻ ആ കുട്ടിക്ക് കഴിയുന്നുണ്ടോ? എന്താണ് ഇവർ പറയുന്നത്? അത്തരത്തിൽ പ്രണയം നടിച്ചാണ് ഈ കൃത്യം ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ നാട്ടിലെത്തി അധികം നാൾ ആയ ഒരു കുട്ടിയല്ല. ഈ ഹിന്ദി അറിയാവുന്നവർ, അവരോട് ആശയവിനിമയത്തിന് ചെല്ലുന്നവരോടൊക്കെ അടുത്തിടപഴകുന്ന ഒരു സ്വഭാവം ഈ കുട്ടിക്കുണ്ടായിരുന്നു. അതുതന്നെയാണ് ഈ പ്രതി ദുരുപയോഗം ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസിൽ നിന്ന് തന്നെ ലഭിച്ച വിവരങ്ങളനുസരിച്ച് ഇയാൾ ഈ കുട്ടിയെ ദുരുപയോഗം ചെയ്യുകയും പിന്നീട് മയക്കുമരുന്നോ മറ്റോ നൽകി കുട്ടിയെ ബോധമില്ലാത്ത അവസ്ഥയിലാക്കി. ഇതിനുശേഷമാണ് ഈ സുഹൃത്തുക്കൾ ദുരുപയോഗം ചെയ്തത്. അതുകൊണ്ട് ആരൊക്കെ ചെയ്തു അല്ലെങ്കിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ആ കുട്ടി മാറിയിരിക്കുന്നു. അങ്ങേയറ്റം വളരെ മോശമായ സാഹചര്യത്തിലാണ്. കാരണം ശരീരമാസകലം പരിക്കുകൾ അല്ലെങ്കിൽ മാനസികമായ അങ്ങേയറ്റം തകർന്ന രീതിയിലാണ് ആ കുട്ടിയെ വഴിയരികിൽ ഉപേക്ഷിച്ചിട്ട് ഈ പ്രതികൾ കടന്നു കളഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായത്.
അതുകൊണ്ട് അതിനുശേഷമാണ് പിന്നീട് ഈ മിസ്സിംഗ് കേസ്, അതായത് ഈ കുട്ടിയെ കാണാതായുമായി ബന്ധപ്പെട്ട ഈ കുടുംബം നൽകിയിരുന്ന പരാതിയിൽ പറയുന്ന കുട്ടിയാണല്ലോ എന്നത് തിരിച്ചറിയുകയും പിന്നീട് കേസിന്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നീളുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും 5 പേരാണ് ക്രൂരമായ ബലാത്സംഗം ചെയ്തത് എന്ന വിവരങ്ങളാണ്, അത്തരമൊരു ചിത്രമാണ് കുട്ടി നൽകുന്നത്. പക്ഷേ ഇപ്പോഴും പൂർണ്ണമായി ഒരു മൊഴി നൽകാൻ പര്യാപ്തമായ ഒരു മാനസികാവസ്ഥയിലേക്ക് പോലും ഫറൂഖ് പോലീസ് എന്താണ് പറയുന്നത്? അനീഷ് അവിടെ സംസാരിച്ചിരുന്നു പോലീസിനോട്, എന്താണ് അവർ പറയുന്നത്? എങ്ങനെയാണ് ഈ കേസ് പോലീസിന് മുന്നിലേക്ക് എത്തിയത്? ഇത് എന്താണ് ശ്രദ്ധിക്കപ്പെടാതെ പോയത്? എന്താണ് സംഭവിച്ചത് ശരിക്കും? ഫറൂഖ് പോലീസ് പറയുന്നത് കുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഈ കുടുംബം പരാതി നൽകിയ സമയം മുതൽ തന്നെ കൃത്യമായി നടത്തുന്നുണ്ടായിരുന്നു. ഈ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ കുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ അല്ലെങ്കിൽ വാഹനത്തിൽ നിന്നും പുറത്തേക്ക് തള്ളിയ നിലയിൽ ഈ രാമനാട്ടുകരയിൽ നിന്ന് ലഭിക്കുന്നത്. അതിനുശേഷം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ഇപ്പോൾ തന്നെ ആ കുട്ടിയുടെ അമ്മ നമുക്കൊരു ദൃശ്യം തരുന്നുണ്ട്. അവരുടെ മൊബൈൽ ഫോണിൽ ഒരു ദൃശ്യം നൽകുന്നുണ്ട്. ഇത് കണ്ടോ, ഈ ദൃശ്യത്തിൽ കാണാം ആ കുട്ടിയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന മുറിവുകൾ. ആ കുട്ടിയുടെ കയ്യിലെ മറ്റു പല ഭാഗങ്ങളിലായി ഏൽപ്പിച്ച മുറിവുകൾ ആ അമ്മ തന്നെയാണ് സ്വന്തം മകൾക്കേറ്റ മുറിവുകൾ നമ്മളെ കാണിച്ചു തരുന്നത്. അവരുടെ ഫോണിൽ നിന്ന് നമ്മളിത് പറയുമ്പോൾ തന്നെ നമ്മളെ കാണിച്ചു തരികയാണ്. ഒരു കൈ ആസകലം ഒരു മുറിഞ്ഞ പാടുകൾ. ഇത് കണ്ടോ, എന്തോ കാണാമെന്ന് കരുതുന്നു. ഈ ചിത്രത്തിൽ കാണുന്ന പാടുകളാണ് ആ ഒരു 15 വയസ്സുകാരിയായ കുട്ടിക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പാടുകളൊക്കെ ശരീരത്തുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെയാണ് അങ്ങേയറ്റം ക്രൂരമായ ഒരു കൃത്യമാണ് ആളുകൾ ആ കുട്ടിയോട് ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം और दांत पूरा मुंह से पूरा सर ऐसे काटा है, पूरा बॉडी में है, बॉडी में सब काटा है लड़की को। हाँ, इसलिए बॉडी नहीं दिखाया, खाली पैर दिखाया। ऐसे 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 निशान पूरा बॉडी पर सब ऐसे निशान, बॉडी पूरा बॉडी में। अरे हाथ वो लड़का लोग ने काटा या खून पिलाए थे। അമ്മ കാണിച്ചു തരുന്നതാണ് മകളുടെ ശരീരത്തിലേറ്റ മുറിവിന്റെ പാടുകൾ. കയ്യിൽ മാത്രമല്ല, കാലിലും ഈ കാലിന്റെ മുകൾ ഭാഗത്തും തുടഭാഗത്തും ഒക്കെ ഇത്തരത്തിലെ മുറിവുകളുണ്ട്. അതിന് അപ്പുറം വ്യത്യസ്തമായി മറ്റൊരു കൈയിലെ പാടുകളാണ്. അങ്ങേയറ്റം മുറിവേൽപ്പിച്ച് ചോര കിനിയുന്ന രീതിയിലുള്ള പാടുകൾ. ഇത്തരത്തിൽ അങ്ങേയറ്റം മോശമായ, വളരെ ക്രൂരമായ ഒരു ഇടപെടൽ തന്നെയാണ് പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അവർ അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്നു. അവർ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അവർ ഫോണിൽ നിന്നും ഇത് എടുത്ത് നമ്മളെ കാണിക്കുന്ന തരത്തിലുള്ള ഒരു വേദന ഉണ്ടായിരിക്കുന്ന ഒരു രംഗങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങേയറ്റം വിഷമകരമായ ഒരു സാഹചര്യം തന്നെ. ആ കുട്ടിക്ക് വലിയ മാനസികാഘാതം ഉണ്ടായിരിക്കുന്നു. നമ്മൾ നേരത്തെ പോലീസുകാരോട് സംസാരിച്ചപ്പോൾ ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഓർത്തെടുത്ത് പറയാൻ പോലും കഴിയാത്ത വിധം ഒരു മെന്റൽ ട്രോമയിലേക്ക്, ഒരു മാനസിക ആഘാതത്തിലേക്ക് ആ കുട്ടി നീങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഇവരുമായി ഇപ്പോൾ വെള്ളിമാട് കുന്നിലെ ഓഫീസിലേക്കാണ് ഇതാണ് വെള്ളിമാട് കുന്നിലെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തോ അവർ ഇറങ്ങുന്നുണ്ട്. നമ്മൾക്ക് അവരെന്തായാലും ആ കുട്ടിയെ കാണാനുള്ള ഒരു ആശങ്ക, ആ കുട്ടിയെ ഒന്ന് നേരിട്ട് കണ്ടാലാണ് അവര് അങ്ങോട്ട് ആ കുടുംബം, അമ്മയും ആ വല്യമ്മയും പോകുന്ന കാഴ്ചയാണ് ആ കുട്ടിയെ. ഞെട്ടിക്കുന്ന വാർത്തയാണ് MS അനീഷ് കുമാർ കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. 15കാരിയെ കൂട്ടബലാത്സംഗം ചെയ്തു കോഴിക്കോട്. അതും 5 മലയാളി യുവാക്കൾ സംഘം ചേർന്ന്. ആദ്യം കൂടെ ജോലി ചെയ്ത ആൾ പിന്നീട് മറ്റു 4 പേർക്ക് കൈമാറുന്ന സാഹചര്യം. അങ്ങനെ അതിക്രൂരമായിട്ടുള്ള പീഡനം ഏറ്റുവാങ്ങി ഒരു 15കാരി ബംഗാളിൽ നിന്നുള്ള ഇവിടെ ഉപജീവനം തേടിയെത്തിയ ഒരു കുടുംബത്തിലെ അംഗമാണ്. ആ കുഞ്ഞിന് 15 വയസ്സുകാരിക്ക് നേരിട്ട് അതിക്രൂര പീഡനമാണെന്ന് വ്യക്തമാകുന്ന ഫോട്ടോസും അവർ ന്യൂസ് 18 പങ്കുവെക്കുന്നു. കൈകളിൽ ഉൾപ്പെടെ വരഞ്ഞതായി കാണാൻ കഴിയുന്നുണ്ട്. ശാരീരിക പീഡനം അതിക്രൂരമായി ഏൽപ്പിച്ചിട്ടുണ്ട്. ഞെട്ടിക്കുന്ന കേരളത്തിന്റെ മനസാക്ഷിയെ ഉറപ്പായും ലജ്ജിപ്പിക്കുന്ന വാർത്തയാണ് ഇത് എന്ന് പറയാതെ വയ്യ. 5 മലയാളി യുവാക്കളാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. ഫറോക്ക് പോലീസ് അതിന്റെ അന്വേഷണത്തിലാണ് എന്നും അറിയിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അവർ ഒളിവിലാണ്. കേരളം ഒരുപക്ഷെ ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു ഞെട്ടിക്കുന്ന കൂട്ടബലാത്സംഗത്തിന്റെ വാർത്ത വരുന്നു കോഴിക്കോട് നിന്ന്. 15കാരിയായിട്ടുള്ള ബംഗാളി യുവതിയാണ് ഇത്തരത്തിൽ കൊടിയ പീഡനത്തിനിരയായത്. മാനസികമായും ആകെ തളർന്ന മട്ടിലാണ് ആ കുട്ടിയെന്ന് അനീഷ് റിപ്പോർട്ട് ചെയ്യുന്നു. അനീഷ്, കേൾക്കാമെങ്കിൽ ഇത് ആദ്യം ഒരു മിസ്സിംഗ് കേസായിട്ടാണ് പോലീസിന് മുന്നിലേക്ക് എത്തുന്നത്. പിന്നീടാണോ ഇതിലെ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാകുന്നത്?
തീർച്ചയായും ഒരു മിസ്സിംഗ് കേസ്, അതായത് കുട്ടിയെ കാണാനാവുന്നില്ല കാണാതായി എന്ന ഒരു പരാതിയാണ് ആദ്യം ഈ അമ്മയും വല്യമ്മയുമാണ്. അവർ കുറച്ച് നാളുകളായി തന്നെ കേരളത്തിൽ കഴിയുന്ന ആളുകളാണ്. അവർ അങ്ങനൊരു പരാതിയാണ് പോലീസിൽ നൽകിയത്. രാത്രി മുഴുവൻ അവർ പരിചിതരായ ആളുകളുടെ അടുത്തും അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിലുമൊക്കെ ഈ കുട്ടിയെ തെരഞ്ഞു നടന്നു എന്ന് പറയുന്നു. അതിനുശേഷം പതിവ് സമയത്തിലും എത്താതെ വന്നതോടുകൂടിയാണ് ഇത്തരമൊരു പരാതി ആ കുട്ടിയെ കാണാതായി എന്ന് പറഞ്ഞ് നൽകുന്നത്. പിന്നീട് പിറ്റേ ദിവസം രാവിലെയാണ് ഈ രാമനാട്ടുകരയിലെ ഒരു പ്രധാന റോഡിന്റെ വശത്ത് ഒരു കാറിൽ കൊണ്ട് ഇറക്കി വിട്ടു എന്നോ മറ്റോ ആണ് ആ കുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. അങ്ങനെ ഇറക്കി വിട്ടപ്പോഴാണ് ആ കുട്ടിയുടെ കയ്യിൽ ആസകലം മുറിവുകൾ, കാലിൽ മുറിവുകൾ, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നെഞ്ചടക്കമുള്ള ഭാഗങ്ങളിലൊക്കെ വലിയ മുറിവുകളുണ്ട് എന്നാണ് ആ അമ്മ നമ്മളോട് മുമ്പേ പറഞ്ഞത്. അങ്ങനെ കണ്ടപ്പോഴാണ് ഈ കുട്ടിയെ തിരിച്ചറിയുകയും ആ കുട്ടിയാണ് ഈ കാണാതായതെന്ന് കണ്ടെത്തുകയും ചെയ്ത്. ഇതേ തുടർന്ന് ആ കുട്ടി നൽകിയ മൊഴി അനുസരിച്ചാണ് 5 പേർ തന്നെ ക്രൂരമായ ബലാത്സംഗത്തിനിരയാക്കിയെന്ന് പറയുന്നത്. അതിൽ ഒരാളെ